പാർട്ടിക്ക് പങ്കില്ല എന്ന് 100 വട്ടം ആവർത്തിക്കുമ്പോഴും പത്മകുമാർ അകത്തായി. ഇപ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പോലും അവർ ഈ ശബരിമലയെക്കുറിച്ച് മിണ്ടുന്നില്ല, തങ്ങൾക്ക് അതിൽ പങ്കില്ല. എങ്ങനെയാണ് BJP-യുടെ നിലപാട്? അല്ല, BJP-യുടെ നിലപാട് ഞങ്ങൾ അന്ന് പറഞ്ഞത് തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ നിലപാട്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് കേരളത്തെ സംബന്ധിച്ച്. വിശ്വാസികളുടെ അവരുടെ ആരാധനാമൂർത്തിയുടെ സ്വർണത്തെ പോലും കൈവയ്ക്കുന്ന നിലയിലേക്ക് ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ പ്രവർത്തനം മാറുന്നു എന്ന് പറഞ്ഞാൽ അതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് BJP കാണുന്നത്. അതിൽ ഞങ്ങൾ അന്ന് പറഞ്ഞ നിലപാടിൽ ഇന്നുമുണ്ട്, നോ കോംപ്രമൈസ്. അതിൽ അന്വേഷണത്തിലായാലും ശരി, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ കൽത്തുറങ്ങിലേക്ക് അടയ്ക്കുന്ന കാര്യത്തിലായാലും ശരി, അതിൽ നോ കോംപ്രമൈസ് ആണ് BJP-യുടെ നിലപാട്. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് SIT-ക്കെതിരായിട്ടുള്ള അന്വേഷണം അല്ലെങ്കിൽ SIT നടത്തുന്ന അന്വേഷണത്തിനെതിരെ ഇപ്പോൾ ഹൈക്കോടതി ഇന്നലെയും വിമർശനം നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് ഹൈക്കോടതി തന്നെ സർക്കാരിനെ എനിക്കൊന്ന് 3ാമത്തെ തവണ എങ്ങാണ്ടോ ആണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ നിലയിലേക്ക് അന്വേഷണത്തിനെ ആരാണ് പിടിച്ചു വെക്കുന്നത്, അന്വേഷണത്തിൽ ഇടപെടുന്നത് ആരാണ്, അന്വേഷണത്തിൻ്റെ പങ്കുകൾ വ്യക്തമാവാത്തതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇതിൽ സർക്കാരിന് ഒരു അലംഭാവമുണ്ട്. ആ അലംഭാവം സ്വാഭാവികമായി വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് BJP-ക്ക് ആ വിഷയത്തിലുള്ള നിലപാട്. പത്മകുമാർ അതോടൊപ്പം തന്നെ വാസു പോലെയല്ല, നിലവിലെ MLA ആണ്. അതിനെതിരെ BJP-യുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? അല്ല, പത്മകുമാർ നിലവിൽ MLA അല്ല, മുൻ MLA. ഇപ്പോൾ കടകംപള്ളി അതിനകത്തുള്ളൊരു പ്രശ്നം ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നലത്തെ ഒരു സംഭവ വികാസങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു പ്രശ്നം, ഈ സ്വർണ്ണക്കൊള്ള പൂർണ്ണമായും പത്മകുമാറിൻ്റെ തലയിൽ വെച്ച് പത്മകുമാറിനെ ബലിയാടാക്കി ബാക്കി മുഴുവൻ ആളുകളെയും രക്ഷിക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് CPI മാറിയിരിക്കുകയാണ്. കാരണം ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ മൊഴി കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ അവരുടെ ദൈനംദിന കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെട്ടിട്ടില്ല. ഈ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്നത് അറിയിച്ചിട്ടുണ്ട്, പക്ഷേ അത് അന്വേഷണം നടത്തേണ്ട കാര്യം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ അവിടെ പത്മകുമാറിൻ്റെ മൊഴി വളരെ പ്രസക്തമാണ്. പത്മകുമാർ പറയുകയാണ്, എനിക്ക് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രിയാണെന്ന് പറയുന്നു. അവിടെ ആ ചോദ്യം ആ നിലയിലേക്ക് പോകുന്നില്ല. താങ്കളാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നതെന്നുള്ള ചോദ്യം SIT-യുടെ ഭാഗത്ത് നിന്ന് വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ട മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഓടി. അതെ. അപ്പോൾ അതേപോലെ തന്നെ ഈ വിജയകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് അംഗം, ആ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് അംഗം, അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ആദ്യം പറഞ്ഞ മൊഴികളിൽ നിന്നെല്ലാം മാറി. രണ്ടാമത് അദ്ദേഹം ഇപ്പോൾ ഇന്നലെ SIT-ക്ക് കൊടുത്തിട്ടുള്ളൊരു മൊഴി ഞാൻ മനസ്സിലാക്കുന്നത്, ഇതെല്ലാം സഖാവ് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒപ്പിട്ടു, അതായത് പത്മകുമാർ പറഞ്ഞത് കൊണ്ട് ഞാൻ ഒപ്പിട്ടു എന്നുള്ള നിലയിലേക്ക്, ഏകാധിപത്യ സ്വഭാവത്തിലാണ് പത്മകുമാർ പ്രവർത്തിച്ചത്, പത്മകുമാറിന്റെ ഏകാധിപത്യ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇത് ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു എന്നുള്ള നിലയിലാണ് ഇന്നലെ അതിനെ അദ്ദേഹം മൊഴിയായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും CPM ഇതിനകത്ത് പത്മകുമാർ എന്ന് പറയുന്ന ഒരു ചെറിയ മീനിൽ ഇതങ്ങ് ഒതുക്കിക്കളയാം എന്നുള്ള ധാരണയുണ്ടോ എന്നുള്ളത് ഞങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ പ്രതിപക്ഷവും ഈ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നതായിട്ട് എവിടെയും കാണുന്നില്ല കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്. കാരണം എനിക്ക് തോന്നുന്നു സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റി നിന്നിട്ടുള്ള ആ പടങ്ങളും അതുപോലെ തന്നെ പ്രയാർ ഗോപാലകൃഷ്ണനും ആന്റണിയും ഒക്കെ ഉൾപ്പെടുന്ന ആ ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി കോൺഗ്രസ് ഒരു ഡിഫൻസിലേക്ക് പോയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും കോൺഗ്രസിന് ഈ വിഷയം അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് ഡിഫൻസിലേക്ക് പോയോ എന്നുള്ള ഒരു ആശങ്ക ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അല്ല, സ്വാഭാവികമായിട്ടാണ് ആണല്ലോ. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം CPM-ന്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ എത്തി എന്നുള്ള അന്വേഷണം നടത്തണം എന്ന് നമ്മൾ പറയുന്ന അതേ ഗൗരവത്തിൽ തന്നെ അന്ന് സൂപ്പർ പ്രധാനമന്ത്രിയാണ് സോണിയാഗാന്ധി. ശ്രീമതി സോണിയാഗാന്ധി UP-യുടെ ചെയർപേഴ്സണാണ്. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ഒരിക്കലും ഇത്തരത്തിലൊരാൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിനെ അവിടെ എത്തിച്ചത് അന്നത്തെ ഈ ശബരിമല കൂടി ഉൾപ്പെടുന്ന ലോക്സഭാ പാർലമെന്റ് അംഗമായിട്ടുള്ള ശ്രീ ആന്റണിയാണ്. അപ്പോൾ ആന്റണിയും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് എന്താണ് സോണിയാഗാന്ധിയെ കൊണ്ടുവന്ന് കാണിക്കാൻ തക്ക ബന്ധം ഇവരുമായിട്ടുള്ളത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ട് ആ ചോദ്യത്തിന് ഇതുവരെ കോൺഗ്രസ് മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പുറത്ത് നമ്മളൊരു ചോദ്യം റൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് വന്ന ചോദ്യത്തിന്റെ മറുപടി കൂടി പറയണ്ടേ? അത് പറഞ്ഞിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഒരു ബാക്ക്ഡോർ ഡീൽ നടക്കുന്നുണ്ടോ എന്ന കൃത്യമായിട്ടുള്ള സംശയം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അത് വരും ദിവസങ്ങളിൽ പ്രക്ഷോഭ രൂപേണ, അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ തന്നെ കോടതിയിൽ CBI അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഹർജി കൊടുത്തിട്ടുണ്ട്. ആ ഹർജിയും അതിന്റെ പ്രവർത്തനങ്ങളും നിയമപരവും അതുപോലെ തന്നെ തെരുവിൽ സമരവുമായി കടകംപള്ളിയുടെ ആത്മവിശ്വാസം എവിടെയാണ്? കാരണം ശനിയാഴ്ചയാണ് ഈ മൊഴിയെടുക്കുന്നത്. അതിനുശേഷമായിരുന്നു ഈ ശ്രീലേഖയുമായി ബന്ധപ്പെട്ട് വിവാദം വന്നപ്പോൾ അതിനെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ്. ശ്രീലേഖ
ജനങ്ങൾ ശാസ്തമംഗലത്തിലെ ജനങ്ങൾ തിരുത്തുമെന്ന് വഴിതിരിച്ചു വിടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നാം കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ്. തന്നെ ചോദ്യം ചെയ്താലും തന്നെ ആരും പിടികൂടില്ല എന്നൊരു ചിന്ത അദ്ദേഹത്തിനുള്ളതായി തോന്നുന്നു. കാരണം പാർട്ടി ഇതിനകത്ത് സഹായിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തു വരുന്ന വിജയകുമാറിന്റെ മൊഴിയിലൂടെ മനസ്സിലാവുന്നത്. പാർട്ടി അതാണ് ഞാൻ പറഞ്ഞത്, പാർട്ടി ഇത് പത്മകുമാറിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പാർട്ടി പത്മകുമാറിൽ ഇത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ കടകംപള്ളി തൊട്ട് അതിന്റെ പുറകിൽ നിൽക്കുന്ന വലിയ വലിയ തിമിംഗലങ്ങളിലേക്ക് ഈ അന്വേഷണം പോകരുത് എന്ന് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഗോവിന്ദൻ പറഞ്ഞത്, ഈ ശ്രീ ഗോവിന്ദൻ മാഷ് എന്നെ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാജയത്തിന് ശബരിമല ഒരു കാരണമല്ല എന്ന് വെച്ചാൽ അതിന്റെ റീസൺ ഇത് പാർട്ടി അവസാനിപ്പിച്ചു കഴിഞ്ഞു ഈ കേസ്. ഇത് ഇനിയിപ്പോൾ SIT കുറച്ച് ദിവസം കൂടി ഇങ്ങനെ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി കോടതിയുടെ കയ്യിൽ നിന്ന് കുറച്ച് വിമർശനമൊക്കെ വാങ്ങി പതിയെ ഇത് വിസ്മൃതിയിലേക്ക് ഈ കേസിനെ കൊണ്ടുപോകാം എന്ന ധാരണപ്പുറത്താണ് CPM പ്രവർത്തിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ അനുവദിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല. കേരളത്തിൽ പ്രതിപക്ഷത്ത് കോൺഗ്രസ് ആണെങ്കിൽ പോലും പാർലമെന്റ് നിയമസഭയ്ക്ക് അകത്ത് പ്രതിപക്ഷത്ത് മറ്റൊരു കാര്യം സൂചിപ്പിച്ചു, പന്തളം നഗരസഭ BJPയുടെ കയ്യിൽ നിന്ന് പോയി. അതോടൊപ്പം തന്നെ ക്ഷേത്ര നഗരികളിലെല്ലാം CPM ആണ് വിജയിച്ചത്. അതുകൊണ്ട് തിരിച്ചടി ആയിട്ടില്ലെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. ഏതൊക്കെ ക്ഷേത്ര നഗരിയിൽ അനന്തപത്മനാഭന്റെ ക്ഷേത്ര നഗരി BJP 45 വർഷം അവർ കോട്ട പോലെ സംരക്ഷിച്ചിരുന്ന അത് നമ്മൾ പിടിച്ചെടുത്തില്ലേ? അപ്പോൾ അതിന് മേളിൽ ഇനി ഞാൻ പറയണ്ടല്ലോ, ആറ്റുകാൽ അമ്മയുടെ പൊങ്കാലയിൽ കൈയിട്ട് വാരിയവരെ ആറ്റുകാലിലെയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ നഗരവാസികൾ തുറപ്പൊക്കെ അടിച്ചല്ലേ പുറത്ത് കളഞ്ഞത്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന്റെ വെറും ഇത് ഒരു പ്രതിരോധം എന്നുള്ള നിലയിൽ മാത്രം അതിനെ കണ്ടാൽ മതി. അപ്പോൾ ഇതിനകത്തുള്ള യഥാർത്ഥ വസ്തുത ഞാൻ മനസ്സിലാക്കുന്ന വസ്തുത രാഷ്ട്രീയ പലതവണ സൂചിപ്പിക്കുകയാണ്, അയ്യപ്പന്റെ നാട് നഷ്ടമായി. അല്ല, അയ്യപ്പന്റെ നാട് നഷ്ടമായി എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ നാട് എങ്ങനെയാണ് നഷ്ടമായത്? ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ള പന്തളം മുനിസിപ്പാലിറ്റിയിലെ വോട്ട് നില നിങ്ങളൊന്ന് പരിശോധിക്കണം. പന്തളം മുനിസിപ്പാലിറ്റിയിൽ BJP പരാജയപ്പെട്ടത് 5 വോട്ടിനും 3 വോട്ടിനും 2 വോട്ടിനും ഒക്കെയാണ്. അവിടെയൊക്കെ പരസ്പര സഹായ സഹകരണ സംഘങ്ങളായി ഈ പറയുന്ന LDFും UDFും പ്രവർത്തിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾ ആ ഇലക്ഷന്റെ വോട്ടിംഗ് പാറ്റേൺ മാത്രം നോക്കി, ഞാൻ അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇതിൽ പറയാം. അവരുടെ ആവശ്യം ഇതെല്ലാം ചെറിയ ഗിമ്മിക്കുകൾ കൊണ്ട് മറയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആവശ്യം അതല്ല. നമുക്ക് സത്യം പുറത്തു വരണം. അത് ആരുടെ കയ്യിൽ നിന്നാണോ, ആരാണോ ഇതിനകത്ത് കൾപ്രിറ്റ്, അയാൾ ജയിലുകൾക്കുള്ളിലേക്ക് പോകണം. അയാൾ നീതിന്യായ സംവിധാനത്തിന്റെ മുന്നിലേക്ക് വരണം. അവർ കൃത്യമായി ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടണം. ഇതാണ് BJPയുടെ ലക്ഷ്യം. അത് CPMന്റെ ഒരു നേതാവ് ആവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല, കോൺഗ്രസിന്റെ ഒരു നേതാവ് ആവണമെന്നും ആഗ്രഹമില്ല. പക്ഷേ കോൺഗ്രസിന്റെ നേതാവായതുകൊണ്ട് തുറന്നു കാട്ടപ്പെടാതെ പോകാനും പാടില്ല, CPMന്റെ നേതാവായതുകൊണ്ട് തുറന്നു കാട്ടപ്പെടാതെ പോകാൻ വേണ്ടി പാടില്ല. ഈ നാട്ടിലെ ഭക്തന്മാരെ അവരുടെ വിശ്വാസത്തിന്റെ മേലിൽ കൈയിട്ട് വാരിയിട്ടുള്ളത് ആരായാലും അവർ കൽത്തുറങ്കിലേക്ക് പോകണം എന്നുള്ളത് BJPയുടെ വ്യക്തമായ നിലപാടാണ്. ആ നിലപാടിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതിന് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ഒരു ഫോട്ടോ വന്നതിൻ്റെ പേരിൽ അതൊരു ഇമേജ് ആണെന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാൻ നടക്കുന്ന പോലീസ് അതിൻ്റെ ഒതന്റിസിറ്റി പരിശോധിക്കാത്തത് എന്തേ? അത് പരിശോധിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് അത് പരിശോധിക്കാത്തത്? ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നിട്ടില്ല എന്ന് ഇതുവരെ മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് ഞാൻ എവിടെയും കേട്ടില്ല. അങ്ങനെ താങ്കൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്നെ തിരുത്താം, ഞാൻ എവിടെയും കേട്ടിട്ടില്ല. CPMന്റെ പ്രതിരോധം എന്താണ്? മുഖ്യമന്ത്രിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നു എന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സംസാരം വന്നാൽ ഉടനെ CPMന്റെ പ്രതിരോധം നിങ്ങളെ സോണിയാഗാന്ധിയെ കാണാൻ വന്നില്ലേ എന്നാണ്. അതായത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നീയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്ത് ഇതിനകത്തെ യഥാർത്ഥ കൾപ്രിറ്റുകളെ അല്ലെങ്കിൽ യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഭരണപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള CPMന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല, പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളിടത്താണ് BJPക്ക് വിഷയത്തിൽ ഒരു ബാക്ക്ഡോർ ഡീൽ നടക്കുന്നില്ലേ എന്നുള്ള സംശയം ഉദിക്കുന്നു. നിയമസഭയിലെ വിഷയമായി മാറാനുള്ള സാധ്യത എങ്ങനെ മാറും? രണ്ടുപേരും കൂടി പരസ്പര സഹകരണ സംഘങ്ങളായിട്ട് പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് നിയമസഭയ്ക്കകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്? സ്വാഭാവികമായിട്ടും ഇവിടെ മുഖ്യമന്ത്രിയുടെ പടവും ഉണ്ണികൃഷ്ണന്റെ പടവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പടവും ഉയർത്തിക്കാട്ടിയുമ്പോൾ അപ്പുറത്ത് സോണിയാഗാന്ധിയുടെ പടവും ഇന്നത്തെ UDFന്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശിന്റെയും അതുപോലെ ആന്റണിയുടെയും ഒക്കെ പടം അപ്പുറത്തുനിന്ന് ഉയർത്തിക്കാട്ടില്ലേ? അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതിന് അപ്പുറത്ത് ഇലക്ഷൻ വരുന്നൊരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലൈസനിൽ ഈ സാധനം നിർക്കാനല്ലേ അവർ ശ്രമിക്കുള്ളൂ. സ്വാഭാവികമായിട്ട് അവർ രണ്ടുപേരും ഒരു മുന്നണിയിലല്ലേ. ഗുണം ചെയ്തിരിക്കുന്ന കണക്കുകൾ പരിശോധിച്ചാൽ കോൺഗ്രസിനാണല്ലോ. അതെന്താണെന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഒരു പഠനത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് ഏതാണ്ട് 450 പുറത്ത് വാർഡുകളിൽ ഞങ്ങളെ ഇവർ പരസ്പരം സഹകരിച്ചുകൊണ്ട് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ആഭ്യന്തരമായ കണക്ക് പ്രകാരം BJP അധികാരത്തിലേക്ക് വരാതിരിക്കാൻ ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഒരു കാര്യം ഞാൻ പറയാം. തൊട്ടടുത്താണ് കല്ലിയൂർ പഞ്ചായത്ത്. എൻ്റെ വീടിന് തൊട്ടടുത്താണ്. ഈ കല്ലിയൂർ പഞ്ചായത്തിൽ BJP ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. പക്ഷെ അവിടെ ഭരണം നടത്തുന്ന ആരാണ്? അവിടെ ഭരണം നടത്തുന്നത് LDFിൽ നിന്ന് മാറി വന്ന സ്വതന്ത്രനാണ് ഞാൻ മനസ്സിലായത്, അല്ലെങ്കിൽ കോൺഗ്രസിൽ മാറി വന്നത്. ഈ രണ്ടുപേരും കൂടി വോട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലേ ആയത്? അപ്പോൾ ആരൊക്കെ തമ്മിലാണ് ഇവിടെ ചങ്ങാത്തുള്ളത്? ആരൊക്കെ തമ്മിലാണ് അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നത്? ആരൊക്കെയാണ് ഒരുമിച്ച് നിൽക്കുന്നത്? അതിന് പകരമായി മറ്റത്തൂരിൽ അവർ BJPയിലേക്കല്ലല്ലോ വന്നത്.
അവർ BJP-യിലേക്ക് വന്നത്. ഞങ്ങളുടെ നിലപാട് കൃത്യമായിരുന്നു. അവിടെ ഒരു സ്വതന്ത്രനെ പിന്തുണയ്ക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ അവരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടല്ല കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച്, അവർ കോൺഗ്രസ് പാർട്ടി വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ പിന്തുണച്ചത്. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് അകത്തിരിക്കുമ്പോൾ പിന്തുണച്ചില്ല. അവർ കോൺഗ്രസിൽ നിന്ന് അവർ പൂർണ്ണമായും രാജിവെച്ച് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ അവിടെ ഒരു സ്വതന്ത്രനെ ഞങ്ങൾ പിന്തുണയ്ക്കാൻ തയ്യാറായത്. അവിടെ ഞങ്ങളും കോൺഗ്രസും ചേർന്നല്ല, സ്വതന്ത്രരും BJP-യും ചേർന്നിട്ടാണ് അവിടെ ഒരു ഭരണം ഉണ്ടായിട്ടുള്ളത്. അല്ലെന്ന് പറയാമോ? അവർ കോൺഗ്രസിനെ മുഴുവൻ ചുമതല രാജിവെച്ചിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ടൈ ചെയ്യുമ്പോഴാണോ കൈപ്പത്തി ചിഹ്നത്തിലും അതുപോലെ തന്നെ ഈ പറയുന്ന CPM-ന്റെ ചിഹ്നത്തിലും ഇന്നും നിൽക്കുന്ന, കോൺഗ്രസ് പാർട്ടിയിലും അതുപോലെ CPM-ലും ഇന്നും നിൽക്കുന്ന ആളുകൾ നടത്തിയിട്ടുള്ള ഈ കാര്യത്തെ നമുക്ക് അതിനെ അങ്ങനെയാണ് തുലനം ചെയ്യാൻ സാധിക്കുക? അല്ല. അപ്പം ഇതിനകത്തുള്ള വളരെ കൃത്യമായൊരു കാര്യം, പരസ്പര സഹകരണ മുന്നണിയായിട്ട് ഇവർ എത്രത്തോളം ദിവസങ്ങളിൽ തുടരുന്നോ ആ തുടരുന്ന കാലത്തോളം ഈ വിഷയങ്ങളൊന്നും പുറത്തു വരാൻ വേണ്ടി പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ട്, പൊതുസമൂഹത്തിന് അങ്ങനെ ഒരു ആശങ്കയുണ്ട്. ആ ആശങ്ക നിവർത്തിക്കേണ്ട ഉത്തരവാദിത്തം കേരളം ഭരിക്കുന്ന പാർട്ടിക്കുണ്ട്. എന്തുകൊണ്ടാണ്, ഞാൻ മുമ്പെല്ലാം ചോദിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് CBI അന്വേഷണത്തിലേക്ക് പോകാൻ ഇവർ മടിക്കുന്നത്? എന്താണ് ഇവരെ തടസ്സപ്പെടുത്തുന്നത് CBI അന്വേഷണത്തിലേക്ക് പോകുന്നത്? നമ്മളിപ്പോൾ ഒരു ചെറിയ ടൈമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തേക്കാണ് അന്വേഷണം പോകുന്നത്. ചെന്നൈയിൽ പോകുന്നു, ഹൈദരാബാദിലേക്ക് പോകുന്നു. മറ്റ് ഇപ്പോൾ പറയുന്ന മണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്ന സമയത്ത് ഒരു പക്ഷേ ഇന്റർപോളിന്റെ അടക്കം സഹായങ്ങൾ തേടേണ്ട നിലയിലേക്ക് ഈ കേസ് വളരുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതല്ലേ ഇതിന്റെ ഗുണം? നമ്മുടെ കേരള പോലീസ് അന്വേഷിക്കുന്ന അവരുടെ അധികാര പരിധിക്കകത്ത് നിന്ന് അവർക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നന്നായി ഈ കേസ് അന്വേഷിക്കാൻ സാധിക്കുന്നത് CBI-ക്കല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് CBI-ക്ക് വിടാൻ തയ്യാറാവാത്തത്? അപ്പോൾ എന്താണ് CBI-ക്ക് ആദ്യഘട്ടത്തിൽ CBI വരണമെന്ന് പറഞ്ഞിരുന്ന പ്രതിപക്ഷ നേതാവും PD സതീശനും രമേശ് ചെന്നിത്തലയുമൊക്കെ എന്തുകൊണ്ടാണ് പുറകിലേക്ക് മാറിയത്? ഇപ്പോൾ CBI വേണ്ട എന്നുള്ള നിലയിലേക്ക് എന്താണ് അവരെ ചിന്തിക്കാനുള്ള കാരണം? അപ്പോൾ ഇതിന് കൃത്യമാണ്, രണ്ടുപേരുടെ കയ്യിലും പാപക്കറ പുരണ്ടിട്ടുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾ സ്വാഭാവികമായി സംശയിക്കുന്നു. അതല്ല എന്ന് തെളിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പത്മകുമാറിന്റെ തലയിലേക്ക് ഈ പാപഭാരം മുഴുവൻ കെട്ടിവെച്ച് ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെടാനുള്ള പരിശ്രമത്തിലാണ്. അതാണ് ഇന്നലെ ശവന്തീനികളല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മാറിയത്. അപ്പോൾ ഇത് കൃത്യമാണ്, കേരളത്തിൽ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇടതു വലത് മുന്നണികളുടെ ഭാഗമായി നടക്കുന്നു എന്നുള്ളതാണ് ഈ കേസിലും നമ്മൾ കാണുന്നത് യാഥാർത്ഥ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.